ഡിയർ ഫ്രണ്ട്സ്, ഇത് സെയിൻറ്റ് ആൻ്റണീസ് ചർച്ച് കമുകിൻകോട്, ട്രിവാൻഡ്രം ജില്ലയിലെ നെയ്യാറ്റിൻകരയിലെ പ്രസിദ്ധമായൊരു ചർച്ചാണ്. ജാതി മതഭേദമന്യേ ആൾക്കാർ വരുന്നൊരു പള്ളിയാണ്. പള്ളിയുടെ കഥ ഞാൻ പറയാം. ഇന്ന് ട്യൂസ്ഡേ ആണ്. രാവിലെ ഉണർന്നപ്പോൾ തന്നെ വളരെ ഉഷാറില്ലാതെയാണ് ഉണർന്നത്. കാരണം ഗ്യാസ് സിലിണ്ടർ ഇന്ന് കാലിയാകും. അപ്പോൾ കുക്കിംഗ് ഇച്ചിരി ബുദ്ധിമുട്ടാകും. ഹസ്ബൻഡിനും മക്കൾക്കും പോകണം. ഞാൻ എണീറ്റപ്പോൾ തന്നെ ഏതാണ്ട് ഒരു 6:30 ആയി. അങ്ങനെ ഇന്ന് എന്തുണ്ടാക്കുന്ന ആലോചിച്ചിരുന്നു. അപ്പോൾ അവർക്ക് ലഞ്ച് ഞാനിന്ന് ഒഴിവാക്കുന്നു. അങ്ങനെ ഉച്ചയ്ക്ക് അവർ പുറത്തുനിന്ന് കഴിക്കാമെന്നുള്ള പ്ലാനിൽ അവരെല്ലാവരും പോകാൻ പോവാണ്. അങ്ങനെ ഞാൻ രാവിലത്തേക്ക് ദോശയും സാമ്പാറും മുട്ടയൊക്കെ ഉണ്ടാക്കി അവർ കഴിച്ചു. പോയതിന് ശേഷമുള്ള എൻ്റെ വീടിൻ്റെ അവസ്ഥയാണ്. ഇനി ഇതെല്ലാം റെഡിയാക്കണം. കാലിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് കുറച്ച് പതുക്കെയാണ് ഞാൻ ഇപ്പോൾ ജോലി ചെയ്യുന്നത്. എങ്കിലും ഇതൊരു വലിയ ടാസ്ക്കാണ്. അങ്ങനെ ഉച്ചത്തേക്ക് വേറൊന്നും ഉണ്ടാക്കാൻ ഇല്ല. മീൻസ് ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ഏത്തക്കായും ശർക്കരയും, ഷുഗർ പേഷ്യൻ്റ് അല്ലാത്തതുകൊണ്ട് ഞാൻ അത്യാവശ്യം കൺസ്യൂം ചെയ്യും. അങ്ങനെ ഉള്ള ഗ്യാസിൽ ഞാനിത് ഉണ്ടാക്കി. അപ്പോഴാണ് ഓർത്തത്, 4-5 മാസമായി ഞാൻ ഈ പള്ളിയിലേക്ക് പോയിട്ട്. ശ്രീനാരായണ ഗുരു ഉണ്ടായിരുന്ന കാലത്തുള്ള പള്ളിയാണ്. അപ്പം അവിടെ ആ പള്ളിയിലെ ഏറ്റവും വലിയ വിശേഷ ദിവസം ചൊവ്വാഴ്ചയാണ്. അപ്പോൾ എന്തായാലും ഇന്ന് പോയി തൊഴാം, പ്രാർത്ഥിക്കാം. അങ്ങനെ തൊഴുതിട്ട് ഇറങ്ങിയപ്പോഴാണ് അത്യാവശ്യം നല്ല ക്യൂ ഉണ്ടായിരുന്നു ഉച്ചഭക്ഷണത്തിന്. കണ്ടപ്പോൾ കൊതി തോന്നി. അങ്ങനെ ഞാൻ കഴിച്ചു. തിരിച്ച് വന്നുകൊണ്ടിരുന്നപ്പോഴാണ് മോള് വിളിച്ച്, അവൾ ഉച്ചയ്ക്ക് വരുന്നുണ്ട് അമ്മേ, എന്തെങ്കിലും ഉണ്ടാക്കി വെക്കാൻ പറഞ്ഞത്. പക്ഷേ എന്തെങ്കിലും ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇറങ്ങിയാൽ ഗ്യാസ് പകുതി വഴിക്ക് തീരും. അപ്പോൾ ഞാനിത് 4-5 മാസം ഉപയോഗിക്കാതിരുന്ന എൻ്റെ അടുപ്പാണ്. അത്യാവശ്യം വിറകുണ്ട്. ഞാൻ ചപ്പാത്തി മുട്ടക്കറിയും ഉണ്ടാക്കി. ചപ്പാത്തി പാക്കറ്റ് ചപ്പാത്തിയാണ്. അതിനുശേഷം പള്ളി പോകുന്നതിന് മുന്നേ ഞാൻ അത്യാവശ്യം ക്ലീൻ ചെയ്തിട്ടാണ് പോയത്. ഇത് പാത്രങ്ങളൊക്കെ വയ്ക്കുന്നത് ഞാൻ സെറ്റ് ചെയ്ത ഒരു സാധനം. ഇത് കുറച്ച് പഴയ പാത്രങ്ങളൊക്കെ ഞാൻ സൂക്ഷിക്കുന്ന ഒരു പഴയ റൂമാണ്. വളരെ പഴക്കമുള്ളൊരു വീടാണ്. വളരെ പഴക്കമെന്ന് വെച്ചാൽ 45 വർഷത്തിന് മുന്നുള്ള വീടാണ്. അപ്പോൾ ഇന്ന് OTT റിലീസാണ് ചിന്ന ആസ. അത് കാണാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ അത് വെയിറ്റ് ചെയ്ത് ഉച്ചയ്ക്ക് സിനിമ ഇട്ടു. അപ്പോഴേക്ക് മോളെത്തി. അവൾക്ക് ചപ്പാത്തിയും മുട്ടക്കറിയും അതുപോലെ തന്നെ ലൈം ജ്യൂസൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അവൾ ഹാപ്പിയായി. അതിനുശേഷം പിന്നെയുള്ള വൃത്തിയാക്കലെല്ലാം അവളായിരുന്നു. അവൾ ക്ലീൻ ചെയ്യാൻ തുടങ്ങി. അതോടൊപ്പം സിനിമ നടക്കുന്നുണ്ട്. ഞങ്ങൾ സിനിമ കണ്ടിട്ടാണ് ഓരോന്ന് ചെയ്യുന്നത്. ഞാൻ അത്യാവശ്യം റെസ്റ്റ് എടുക്കുന്നുണ്ട്. അതിനുശേഷം വീടിൻ്റെ ഒരു കുറച്ച് നല്ല മാറി. കാരണം ഈ വീട് ഞാൻ നേരത്തെ പറഞ്ഞു വളരെ പഴക്കം ചെന്ന വീടാണ്. പക്ഷെ നമ്മൾ അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്ത് അതായത് റെനോവേറ്റ് ചെയ്ത് നമ്മളിങ്ങനെ എടുത്തതാണ്. അത് ക്ലീനിങ്ങിന് ശേഷമുള്ള എൻ്റെ വീടിൻ്റെ ഒരു ലുക്കാണ്. അവിടെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യും. അങ്ങനെ വിളക്ക് കത്തിക്കുന്ന സമയമായി. വിളക്ക് കത്തിച്ചു. അപ്പോഴും സിനിമ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇന്ന് വൈകുന്നേരം നമ്മൾ ഗ്രോസറി വാങ്ങാൻ പോകുന്നൊരു ദിവസം കൂടെയാണ്. അതിനൊക്കെ പോകണം. അങ്ങനെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. സിനിമ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ്. മസ്റ്റ് വാച്ച് ഫിലിമാണ്. വളരെ ഇമോഷണലി ടച്ചുള്ള ഫിലിമാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.